ഹലോ ചങ്ങായിമാരെ, അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്ന്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വലിയൊരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന നമ്മളൊരു കസ്റ്റമർക്ക് ഞാൻ പറയാനുള്ള പോലെ തന്നെ പുറത്തു നിന്നും ഒരു അടിച്ചാപ്പൊളി ക്രിസ്റ്റ കൊണ്ടുവന്നിട്ട് നമ്മൾ ഡൽഹിയിൽ നല്ല പകുതിയോളം പണികൾ ചെയ്ത് ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ യു പിയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ആ വണ്ടിയുടെ ഡെലിവറി വിശേഷങ്ങളായിട്ട് ഞങ്ങൾ മുന്നേ വന്നിട്ടുള്ളത്. കസ്റ്റമർ നമ്മളെ വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഒരു വണ്ടിയൊക്കെ ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടുള്ള ആളാണ്. ഒരു വർഷം മുന്നേ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഒരു വർഷം മുന്നേ നമ്മൾ ഓഫീസിൽ വന്നിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് ആൾക്ക് ഫണ്ടും കാര്യങ്ങളും റെഡി ആയത്. അങ്ങനെ ആ ആൾക്കുള്ള വണ്ടിയുമായിട്ടാണ് ഞങ്ങൾ മുന്നേ വന്നിട്ടുള്ളത്. എൻ്റെ ഈ വണ്ടിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഡൽഹിയിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. HR 2017 G4 മാനുവൽ ക്രിസ്റ്റ ടാക്സി നമ്പറിലാണ് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ പ്രൈവറ്റ് നമ്പറിലാക്കിയിട്ട് കേരളത്തിൽ ഡെലിവറി ചെയ്യുന്ന ദിവസമാണെന്ന്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അവരുമായി പങ്കുവെക്കാം. തിരുവില്ലാമലയിൽ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഓഫീസിൽ 1-2 വർഷം വന്നിട്ടുള്ള സച്ചിനേട്ടനും ഫാമിലിയാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. പറഞ്ഞ പോലെ വണ്ടി വീഡിയോസും ഫോട്ടോസും മാത്രം ഹരിയാനയിൽ നിന്ന് ഞാൻ അയച്ചു കൊടുത്തിട്ട് ഈ വണ്ടി മതി എന്നുള്ള നമ്മളോടുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് സച്ചിനേട്ടനും ഫാമിലി നമ്മുടെ അടുത്ത് വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി? നിങ്ങൾ അവിടുന്ന് കണ്ട വീഡിയോനേക്കാളും ഒരു മഞ്ചായിട്ടില്ലേ? അതിനേക്കാളും സൂപ്പർ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായില്ല വണ്ടി? കുറച്ച് ദിവസം വഴുകിയുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ചേച്ചി വണ്ടി? നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. പ്രതീക്ഷയിലേക്കാളും ഉപരിയായിട്ടുണ്ട്. പ്രതീക്ഷയെക്കാളും സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട്. ഉള്ളില് സീറ്റ് വർക്കും അതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല നമ്മളോട്. എന്നാലും നമ്മളത് നിങ്ങൾക്ക് ചെയ്തു. നിങ്ങൾ ഹാപ്പി അല്ലേ രണ്ടാളും? നിങ്ങൾ വേറെ വണ്ടി എവിടെയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നാ? അന്വേഷിച്ചായിരുന്നു, പല സ്ഥലങ്ങളും അന്വേഷിച്ചിട്ടുണ്ട്. നമുക്ക് ഈക്വലായിട്ട് നമുക്ക് ഒരു നല്ല ഇതായിട്ട് തോന്നി. എൻ്റെ അടുത്തുള്ള വില എങ്ങനെ ഉണ്ടായിരുന്നു? പരമാവധി നമുക്ക് നല്ല കുറഞ്ഞു കിട്ടി. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് പൈസ ഫുള്ളായിട്ട് തന്നിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. ഇവര് ഫുള്ളായിട്ട് വിശ്വാസമാണ്, അതാണ് അമീർ ഭായിയോടുള്ള വിശ്വാസം. ഒരു ഫുള്ളായിട്ട് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 10-20 ദിവസം സമയം എടുത്ത് വണ്ടി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാൻ. അപ്പോൾ അവർക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്, അർജൻറ്റായിട്ട് വണ്ടി ഡെലിവറി എടുക്കാവുന്നതാണ്. പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ കസ്റ്റമറോടും പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന കസ്റ്റമറോട് പറയുള്ളത് NOC ഇപ്പോൾ ഓൾറെഡി HR, ഹരിയാന, UP ഒക്കെ വണ്ടികളെ NOC കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആൾക്കാർ വിളിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. 1 മാസം 1.5 മാസമൊക്കെ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ NOC കിട്ടുന്നത്. എല്ലാവർക്കും നമ്മൾ NOC കൊടുക്കും, തീർച്ചയായിട്ടും NOC എടുത്തു കൊടുക്കും. അത് വണ്ടി എടുത്തു കൊടുക്കൽ മാത്രമല്ല, അതിൻ്റെ NOC ഫുള്ള് പേപ്പർ വർക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മൾ ഉത്തരവാദിത്തമാണ്. നമ്മളെന്താ ഒരു വിശ്വാസമുണ്ട്. നമുക്കൊരു വീട് വാങ്ങുക അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങുക പറഞ്ഞാൽ ജീവിതത്തിൽ ആകെ ഒരു ലക്ഷ്യം, നമുക്കൊരു നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥത, നല്ലൊരു വിശ്വാസത്തോടു കൂടി ചെയ്യണം. അത് കളയാതെ അമീർ ഭായി നമുക്ക് ശരിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇത് നമ്മൾ ടാക്സി പെർമിറ്റിലുണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാലോ, ടാക്സി പെർമിറ്റ് ആകുമ്പോൾ കുറച്ച് ഓടിയിട്ടുണ്ടാവും. പിന്നെ മാനുവലാണ്. എങ്കിരുന്നാലും നമ്മൾ ഫുള്ള് വർക്ക് ചെയ്ത കാരണം കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് പിന്നെ ടൊയോട്ട കാര്യം നോക്കേണ്ടതില്ല. ഞാൻ ചെക്ക് ചെയ്താൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. വേറെ മുന്നേ 1-2 വണ്ടി ഇട്ടുന്നുണ്ട്, പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഇനി പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മളിവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ.